വായനയിൽ ഇപ്പോൾ എന്തിനെഴുതുന്നു ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ശ്രീ കൽപ്പറ്റ നാരായണൻ, ശ്രീ ആദി. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് മാഷോടുകൂടെ, കൽപ്പറ്റ നാരായണൻ മാഷോടുകൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ. എനിക്കൊന്നു അടിമുടി കവിതയായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ മാഷെ എപ്പോഴും മനസ്സിലാക്കുന്നത്. മാഷയുടെ സംസാരത്തിൽ പോലും ഒരു കവിതയുണ്ട്, സംഗീതമുണ്ട്, വല്ലാത്തൊരു ആർദ്രതയുണ്ട്. രണ്ട് തലമുറയിൽപ്പെട്ട കവികൾ, ഒരു കവിയും വായനക്കാരനും, രണ്ട് പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് എഴുത്തുകാർ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ ആയിട്ട് ഈ സെഷനെ മനസ്സിലാക്കാൻ തോന്നുന്നു. സ്വാഗതം മാഷെ സെഷനിലേക്ക്. അപ്പം എനിക്കൊന്ന് കവിത എന്ന് പറയുന്ന രൂപം, എന്താണ് കവിത എന്ന ചോദ്യം പല നിലകളിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. വല്ലാത്തൊരു നിർവചനപരമായ അനിശ്ചിതത്വം കവിതയ്ക്ക് രൂപപരമായി തന്നെ ഉണ്ട്. ഒരു തുറവിയുണ്ട്, ഒരു അഴവുണ്ട്. മാഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കവിത? കവിതനെ മാഷ് എങ്ങനെ നിർവചിക്കുന്നു? ജീവനുള്ള ഒന്നിനെയും നമുക്ക് നിർവചിക്കാനാവില്ല. അത് മാറിക്കൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും, പുതിയ നിർവചനത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് കാരണം അസാധ്യമാണ് നിർവചനം എന്ന് പറയും. എന്നാലും ഒരു ധാരണ ഉള്ളത്, മറ്റൊരു വിധത്തിലും എഴുതാനാവാത്തത് എഴുതാൻ ഞാൻ സ്വീകരിക്കുന്ന ഒരു മാധ്യമം എന്നത് എനിക്ക് തോന്നുന്നു മാഷയുടെ കാവ്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ആശാനാണ്. ആശാനെ കുറിച്ച് മാഷയുടെ ഏറ്റവും പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, അടരടരായി ആശാൻ എന്ന പേരിൽ. രണ്ടാമത്തേത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നൊരു പാഠമാണ്. രണ്ടും കാലം വളർത്തിയ സാഹിത്യ ശരീരങ്ങളാണ്, വ്യക്തികളാണ്. അപ്പം എങ്ങനെയാണ് സാഹിത്യത്തിൻ്റെ ഇപ്പോഴും വായിക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന, ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആശാൻ വീണ്ടും വായിക്കപ്പെടുന്നു? ഖസാക്ക് പോലൊരു കൃതി പല മട്ടിലുള്ള വായനകൾക്ക് വിധേയമാകുന്നു. മാഷ അതിനെ ഖസാക്കിന് അടിമുടി കവിതയായിട്ടുള്ളൊരു നോവലിനാണ് മാഷ അതിനെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പോലും മാഷിന് ഖസാക്ക് കാണാപ്പാടമാണെന്ന് മാഷ് പറയുന്നുണ്ട്. അപ്പം ഖസാക്കും അതേപോലെ ആശാനും എങ്ങനെയാണ് മാഷയുടെ കാവ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്ന്? എൻ്റെ കാവ്യ ജീവിതത്തിലുള്ള ഒരു വ്യത്യാസം, വശ്യമായ വാക്യങ്ങളാണ് എന്നെ ആദ്യം കാവ്യലോകത്തേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ വളരെ വശ്യമായിട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയ ഒരാളാണ് ഒ.വി. വിജയൻ. എല്ലാ വാക്യങ്ങളും സൂക്ഷ്മമാണ് അദ്ദേഹത്തിൻ്റെ. വാക്യങ്ങളിൽ എഴുതി എന്നതാണ് വിജയനെ എം.ടിയിൽ നിന്നുമൊക്കെ വ്യത്യാസപ്പെടുത്തുന്നത്. മലയാളത്തിലെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വിജയൻ എന്ന നോവലിസ്റ്റിനെ വ്യത്യാസമാക്കുന്നത് അദ്ദേഹം വാക്യങ്ങളിൽ എഴുതി എന്നത്. വാക്യങ്ങളിൽ എഴുതുക എന്നത് കവിതയുടെ ഒരു രീതിയാണ്. വിജയൻ്റെ ട്രഡിഷനും അങ്ങനെയാണ്. ഒരുപാട് കാവ്യങ്ങളും ഷേക്സ്പിയറും ഒക്കെ ആശാനും ഒക്കെ വായിച്ച്, ഈ പത്മേൻ രവിയൊക്കെ ദിവാകരനും നളിനിയും ഒക്കെയാണ്. അങ്ങനെ ഇതെല്ലാം ഈ കാവ്യ പാരമ്പര്യത്തെ ഫിക്ഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ അട്ടിമറിയാണ് വിജയൻ നടത്തിയിട്ടുള്ളത്. പിന്നെ ഒരു പാപിയാണ് ഇതിലെ നായകൻ. അപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പാപികളാണ്. അപ്പോൾ ഈ പാപിയോട് സംവദിക്കുന്നു എന്നതാണ് വിജയൻ്റെ കൃതിയുടെ ആകർഷണത്തിൻ്റെ ഒരു കാര്യം. അത്ര അപരാധം ചെയ്ത് സ്വന്തം സ്ഥലത്ത് നിൽക്കാൻ വയ്യാതെയായി. അപ്പോൾ വേറെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു. ഖസാക്കിലൊരു ഏകാധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഇങ്ങനെ അവിടുത്തെ പരിസരങ്ങൾ, അവരെ ഒക്കെ നോക്കിയപ്പോൾ താൻ മാത്രമൊന്നുമല്ല, എല്ലാവരും പാപികളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നോവലാണ് അത്. ഒരു പാമ്പാണ് ആദിപാപം ഉപദേശിച്ചത്. വിജയനിൽ ഒരു പാമ്പാണ് അവസാനമായി അയാളെ നിഗ്രഹിക്കുകയും ചെയ്യുന്നത്. ആശാനാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാവുന്നത് പിന്നീടാണ്. ആശാന് വേണ്ടി ഒന്ന് മെച്യൂറാകുന്നുണ്ട്. എന്നാലും ആദ്യമായിട്ട് വായിക്കുന്ന കവിതയിലെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ, പിച്ച നടന്നു കളിപ്പൂ നീ, ഈ പിച്ചകമുണ്ടോ നടപ്പു, അത് വായിച്ചപ്പോൾ അന്ന് അത്ഭുതപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇന്നും അത്ഭുതപ്പെടുന്നു. ഇങ്ങനെ എല്ലാ കാലത്തും അത്ഭുതപ്പെടാവുന്ന വരികൾ എഴുതുക, പരമാവധി കുറുക്കി എഴുതുക, ഒരു വാക്യത്തിൻ്റെ അർത്ഥം വരെ അർത്ഥവത്തായിരിക്കുക, ഒന്നിനുമില്ല നില, കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അസാധാരണമായ കണ്ടൻസേഷനാണ് ആശാൻ്റെ വലുപ്പം. പിന്നെ ഈ ഉപേക്ഷിതരോട്, സ്ത്രീകളോട്. അപ്പോൾ സ്ത്രീ മുഖേന ജീവിതത്തെ പറഞ്ഞ ആദ്യത്തെ എഴുത്തുകാരൻ വാസ്തവത്തിൽ കുമാരനാശാനാണ്.
അപ്പോൾ സ്ത്രീകളാണ് നായികമാരല്ല, കേന്ദ്ര കഥാപാത്രങ്ങൾ. സ്ത്രീയിലൂടെയാണ് വലിയ തത്വങ്ങളൊക്കെ പറയുന്നത്. കരുതുവതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചത് നിന്നിടാ വിചാരം, പരമഹിതം അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ്. ഇന്ന് ഭാഷയിൽ അപൂർണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അങ്ങനെ മഹാതത്വങ്ങളൊക്കെ ആദ്യമായി സംസാരിക്കുന്ന കേരളത്തിലെ സ്ത്രീ എന്ന് പറയാവുന്നത് കുമാരനാശാൻ്റെ സ്ത്രീകൾ ആണ്. ഇങ്ങനെ ഒരു താല്പര്യവും എനിക്കുണ്ട്. പിന്നെ അദ്ദേഹം മോഡേണിസ്റ്റ് മാത്രമല്ല, പോസ്റ്റ് മോഡേണിസ്റ്റാണ്. എന്തുകൊണ്ട്? ഏകകാര്യമഥവാ ബഹുത്തമാം ഏകഹേതു ബഹു കാര്യകാരിയാം. ഒന്നിന് അനവധി കാരണങ്ങളുണ്ട്, ഒന്നിൽ നിന്ന് അനവധി ഫലങ്ങളും ഉണ്ട്. അതാണ് പോസ്റ്റ് മോഡേണിസം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പല കാരണങ്ങളുള്ള കാര്യങ്ങൾ, പല ഫലങ്ങളുള്ള കാരണങ്ങൾ, ഇങ്ങനെയാണ് ആശാൻ്റെ ഭാഷ. ബഹുവചനങ്ങളാണ് ആശാൻ ശ്രദ്ധിച്ചത്. അത് മാത്രവുമല്ല, സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്ന സ്ത്രീകളെ മൾട്ടിപ്പിൾ സ്റ്റോറിയുള്ള സ്ത്രീകളിലേക്ക് വളർത്തിയതാണ് കുമാരനാശാൻ. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ആശാന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ഏറ്റവും പ്രിയം ആരോടാണ്? അതൊരു സ്വകാര്യമായ ചോദ്യമാണ്. കാരണം ഞാൻ ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയുടെ പേര് നളിനി എന്നായിരുന്നു. അതുകൊണ്ട് ആ കൃതി എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കവിത സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ പുതിയ കവിതയെ സംബന്ധിച്ച് എല്ലാവരും എഴുത്തുകാരാവുന്നതിനെ കുറിച്ചൊക്കെ വലിയ ആവലാതികളുണ്ട്. ഇപ്പം കൊലപാതകങ്ങളും അക്രമികളും കൂടുന്നതിനെക്കാട്ടും പേടിയാണ് കവികൾ കൂടുന്നതിനെ കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിലുള്ളത്. ഇപ്പോൾ ഞാൻ മാഷിൻ്റെ ഒരു പോസ്റ്റ് ഈയിടെ കണ്ടു. മലയാളത്തിലെ പുതുകവിതകളിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന കവിയുടെ പേരായിട്ട് ഷാജു വിവിയുടെ പേരാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പുതിയ കവിതേനെ, പുതിയ കാലത്തെ എഴുത്തുകളെ എങ്ങനെയാണ് മാഷ് അതിനെ മനസ്സിലാക്കുന്നത്? അല്ല, പുതിയ കാലത്തെ എഴുത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുമാരനാശാൻ ഇപ്പോഴും പ്രസക്തമായതുകൊണ്ടാണ് ആശാനെ മനസ്സിലാക്കുന്നത്. പഴയ കവിത നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ കവിത നല്ല കവിതയാണെങ്കിൽ അത് നവീകരിച്ചുകൊണ്ടിരിക്കും, അത് പുതുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം വിഷ്ണു പ്രസാദിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഷാജുവിനെ ഇഷ്ടമാണ്, ശ്രീകാന്ത് താമരശ്ശേരിയെ ഇഷ്ടമാണ്. പുതിയ കവികളോടൊന്നും എനിക്ക് ഒരു അലംഭാവവും ഇല്ല, ഒന്നുമില്ല. മാത്രമല്ല, ധാരാളം പേർ കവിത എഴുതുന്നത് ഒന്നാം തരം കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമുക്കറിയാം, മാഷ് എന്ന് പറയുന്നത് ഒരേ സമയം കവിയായിട്ടും നോവൽ എഴുതിയിട്ടുണ്ട്, സാഹിത്യ വിമർശനം, അങ്ങനെ മാഷുടെ രചനാ ജീവിതം എന്ന് പറഞ്ഞാൽ പലതായിട്ട് പടർന്നു കിടക്കുന്ന ഒന്നാണ്. എവിടെയാണ് വേര്, എവിടെയാണ് സ്വയം? എനിക്ക് തോന്നുന്നു കവി എന്നുള്ളൊരു ലേബൽ തന്നെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. എന്നാലും ചോദിക്കുകയാണ്. അത് വയനാട്ടുകാരനാണ് ഞാൻ. വയനാട്ടിൽ ഒരു ചെറിയ കൃഷിസ്ഥലമുള്ള ഒരാളാണ്. വയനാട്ടിൽ ചെറിയ കൃഷിസ്ഥലമുള്ള ആൾക്ക് പല കൃഷി ചെയ്യേണ്ടി വരും. ഇഞ്ചി ചെയ്യേണ്ടി വരും, കാപ്പി ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് വളർത്തും, പാടത്തിലാണെങ്കിൽ വെള്ളരി ഉണ്ടാവും, നെല്ലുണ്ടാവും, അത് കഴിഞ്ഞാൽ പയർ വിതയ്ക്കും. ഇങ്ങനെ പല കൃഷികൾ ചെയ്താൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന ഒരു നാട്ടിലെ മണ്ണാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കഥയും വേണം, അതുകൊണ്ട് എനിക്ക് കവിതയും വേണം, അതുകൊണ്ട് എനിക്ക് നോവലും വേണം, അതുകൊണ്ട് എനിക്ക് ഉപന്യാസങ്ങളും വേണം, അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കുകയും വേണം. ഇതെല്ലാം എൻ്റെ എന്നാൽ മാത്രമേ എനിക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അത്രയും വിളവുകൾ വേണം. അതുകൊണ്ടാണ് ഒരു കവി നോവൽ എഴുതുമ്പോൾ നോവലിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഈ 2 നോവലാണ് എഴുതിയിട്ടുള്ളത്, ഇത്രമാത്രവും എവിടം ഇവിടവും. ഇത് രണ്ടിനും ഉള്ള ഒരു സവിശേഷത, രണ്ടും കവി എഴുതുന്ന കവിതകളാണ്. എന്താണ് നോവലാണ് എന്നതാണ്. വാക്യം പ്രതി ആണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് ഒരു ഖണ്ഡിക പ്രതി പോലും അല്ല. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം ഒരു കവിതയിൽ എന്നതുപോലെ സൂക്ഷിച്ച് എഴുതുന്നത് കൊണ്ട്, അത്രയും അവധാനത വായനക്കാരിലും വേണ്ടതുകൊണ്ട് അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും ആകുന്നില്ല. വായിക്കുന്ന ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടതായി ചിലരൊക്കെ പറയാറുണ്ട് എന്നതൊഴിച്ചാൽ അതിലും വലിയ ഒരു അഭിമാനമൊന്നും എനിക്കില്ല. പക്ഷേ കാലക്രമേണ അത് വായിക്കപ്പെടും എന്നതിൽ എനിക്കൊരു സന്ദേഹവുമില്ല. അത് അങ്ങനെയാണ്. അതല്ലാതെ ആ ഒരു കവിത എഴുതുന്നു എന്നതാണ് നോവലിൻ്റെ ക്യാൻവാസിൽ. എന്തുകൊണ്ട്? കവിതയിൽ നമുക്കൊരു ചെറിയ സന്ദർഭം ഉപയോഗിച്ച് പടരാൻ സാധിക്കുകയാണ്. ഇപ്പം വയനാട്ടിൽ ജീവിച്ച ഒരാളല്ലേ ഞാൻ. ഒരു ചെറിയ കവിത പറഞ്ഞാൽ, പുൽപ്പുരയിലോ, ചോരുന്ന പുൽപ്പുരയിലോ, ചോരുന്ന ഓലപ്പുരയിലോ
ഉറങ്ങാൻ കഴിയാതെ കിടന്ന ഒരാൾക്കറിയാം മഴ ഇത്തരം വീടുകളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്. മഴ ഇത്തരം വീടുകളിലാണ് സ്വാതന്ത്ര്യമെടുക്കുന്നത് എന്ന്. വേദനകളെപ്പോലെ മഴയ്ക്കും അറിഞ്ഞുകൂടാ ഇഷ്ടക്കൂടുതലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ. ഇങ്ങനെ എഴുതി വരുന്നു. അപ്പോൾ ഈ പിൻബലമായിട്ട് ഈ നാടുണ്ട്. ഈ നാട് പിൻബലമായിട്ടല്ല. ഇത്ര ഏകാന്തത നിങ്ങൾ മറ്റൊരു നാട്ടിലും അനുഭവിക്കില്ല. ഞാൻ ജീവിച്ച വയനാട്ടിൽ മാത്രമേ അനുഭവിക്കൂ. അതാണ്. എനിക്കൊന്ന് കവിതയെ കുറിച്ച് ഇപ്പോൾ കവിത വായിക്കാൻ ആളുകളില്ല എന്നുള്ള വല്ലാത്തൊരു പരാതിയുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് സെല്ലർ എന്നുള്ള രീതിയിൽ കവിത എന്ന് പറഞ്ഞ രൂപം ഒരിക്കലും വളരുന്നേ ഇല്ല. അപ്പം ആശാൻ വായിക്കപ്പെടുന്നുണ്ട്, പുനർസന്ദർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും കവിതകൾ വായിക്കാൻ വായനക്കാരുണ്ടാവുന്നില്ല, കവിതയ്ക്ക് വായനക്കാരില്ല, ബെസ്റ്റ് സെല്ലറായിട്ട് ഇടം കിട്ടുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. മാഷ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, കവിതയ്ക്ക് ധാരാളം പേര് എഴുതുന്നുണ്ടെങ്കിൽ പോലും കവിത വായിക്കുന്നത് എപ്പോഴും ഒരു ന്യൂനപക്ഷം. അതിനുള്ള കാരണമാകട്ടെ, നിങ്ങൾക്ക് സെൻസിബിലിറ്റി വേണം കവിത വായിക്കാനും. അത് മാത്രമല്ല, കവിത വായന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കവിത എഴുതല. നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സമയമാണ് കവിതാ വായന. ഒരു പക്ഷേ ഒരു ചെറുകഥാ വായനയിലോ നോവൽ വായനയിലോ അത് നടക്കണം എന്നില്ല. ഈ ഒരു കോ ഓതർ, നമ്മുടെ നീറ്റ്ഷെ പറയുന്നത് പോലെ കവിതയ്ക്ക് കോ ഓതറാണുള്ളത്, ഫിലോസഫിക്ക് കോ ഓതറാണുള്ളത്. ഒരു ഫോളോവർ അല്ല, ഒരു പിന്തുടരുന്ന ഒരാളല്ല. അയാളും ചേർന്നിട്ടാണ് ഇത് രൂപം കൊള്ളുന്നത്. ഈ പങ്കാളിത്തത്തിൻ്റെ ഫലമാണ് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പങ്കാളിത്തത്തിന് ആവശ്യമായിട്ടുള്ള ബലം അത് ഭാവുകത്വമാണ്, സെൻസിബിലിറ്റിയാണ്. അതില്ലാത്ത ഒരാൾക്ക് ഈ രംഗത്തേക്ക് കടക്കാൻ സാധ്യമല്ല. അവരുടെ പാകത്തിന് നിന്ന് എനിക്ക് പാകമല്ലാതായി എന്ന് കേൾക്കുമ്പോൾ ഒരാളിൽ ഉണരുന്നത് വാസ്തവത്തിൽ ഈ സെൻസിബിലിറ്റി ആണ്. എപ്പോഴും അതിൻ്റെ ബലത്തിലാണ് കവി നിൽക്കുക. അപ്പോൾ അത് കൊടുക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയില്ല, പല തരക്കാരില്ലേ. പക്ഷേ കവിത മറ്റ് രൂപങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ കോപ്പി റൈറ്റേഴ്സൊക്കെ വാസ്തവത്തിൽ കവികളാണ്. നല്ല പരസ്യവാചകങ്ങളെല്ലാം തന്നെ കവിതകളാണ്. അപ്പോൾ എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, എന്തൊരു ഭംഗിയുള്ള പോയട്രിയാണ് അല്ലേ. ഇങ്ങനെയാണ് ഏതാണ്ട് എല്ലാ പരസ്യവാചകങ്ങളും. അങ്ങനെ പരസ്യവാചകങ്ങളിൽ കവിതയുണ്ട്. പിന്നെ ഈ പേരുകൾ, ഞാനിപ്പോൾ ഇടയ്ക്ക് പറയും, ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് സമയമില്ല എന്നാൽ പോലും പറയുകയാണ്. അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ പേര് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി കണ്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ആ പേരിട്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ട് ഇട്ടിരിക്കുക. എന്താ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സാണ്. അതൊന്ന്. രണ്ടാമതായിട്ട് ഇതിൽ ഒരാൾ കടന്നുപോയി, നമുക്ക് മറ്റേ അറിയാത്ത ഒരാളോടാണ് ചോദിക്കേണ്ടത്. നമ്മൾ എന്താ ചോദിക്കുക? പച്ച ഡ്രസ്സിട്ട് ഒരാൾ പോയോ എന്ന് ചോദിക്കും. അതാണ്, ഡ്രസ്സാണ് അയാളുടെ ഐഡൻറ്റിറ്റി. ഇനിയും പറയാം നമുക്ക്. ഇയാൾ ഷോപ്പനവർ പറയുന്നുണ്ട്, ടൈറ്റിലാണ് ഒരു പുസ്തകത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എവിടെയും ചെല്ലാം. ടൈറ്റിൽ മനോഹരമായിരുന്നാൽ മതി. ടൈറ്റിലിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ടൈറ്റിൽ എല്ലാവരും പോയട്രിയിൽ എഴുതുക. അത് കഥയ്ക്കാണെങ്കിലും ശരി, ലേഖനത്തിലാണെങ്കിലും ശരി, വാർത്താപത്രത്തിലെ ശീർഷകങ്ങളായാലും ശരി, ഒക്കെ പോയട്രിയാണ് അതിൻ്റെ മീഡിയം. ഇങ്ങനെ പോയട്രി പല മേഖലകളിലും ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ, ഉപയോഗം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കവിയല്ല എന്നൊന്നും പറഞ്ഞിട്ട്, കവിത ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും കവികളാണ്. മാത്രമല്ല, ഭാഷ ഉപയോഗിച്ച് നിങ്ങളൊരു ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ചാരിതാർത്ഥ്യത്തിൻ്റെ കാരണം നിങ്ങളൊരു പോയറ്റാണ് എന്നതാണ്. ആ ഭാഷ വായിച്ച് നിങ്ങൾക്കൊരു ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും അതിൻ്റെ അർത്ഥം നിങ്ങൾ പോയറ്റാണ് എന്നതാണ്. അതുകൊണ്ട് പോയട്രി ഇല്ലാതാകുന്നില്ല, എന്നാലും സൂക്ഷ്മമായ അർത്ഥത്തിൽ പോയട്രി വായന കുറയുന്നതിന് കാരണം ഭാവുകത്വം എന്ന് പറയുന്ന ക്ലേശകരമായിട്ടുള്ള ഒന്ന്. ചെറുപ്പം മുതലേ അത് വളർന്നു വരണം നമുക്കൊപ്പം. അങ്ങനെ ഒന്നിന് പരിശ്രമിക്കാനുള്ള സമയവും സാവകാശവും അംഗീകാരവും ലോകത്തിലില്ല എന്നതാണ്. മൂന്നാമത്തേത് പ്രധാനമാണ്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത് എന്തിനെഴുതുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പം ഓദ്രലോട് ഒരു സമയത്ത് പറയുന്നുണ്ട്, പോയട്രി ഇസ് നോട്ട് എ ലക്ഷറി. ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് അവർ കവിതേനെ വിലയിരുത്തുന്നത്.
എന്തിനെഴുതുന്നു എന്നൊരു ചോദ്യത്തിനെ മാഷ് എങ്ങനെ നേരിടുന്നു? എന്തിനും എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ടാലൻറ്റ് പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. മെസ്സി കളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അയാളുടെ ടാലൻറ്റ് അയാൾക്ക് പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ മാധ്യമമാണ് നമ്മുടെ ടാലൻറ്റിനെ പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇത് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അസന്തുഷ്ടരായിരിക്കും. ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ആവിഷ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അസന്തുഷ്ടനായിരിക്കും. അപ്പോൾ ഈ ഒരു അസന്തുഷ്ടിയുടെ പരിഹാരം എന്ന നിലയിലാണ് ഈ ചെറുപ്പം തൊട്ടേ കുറേശ്ശെ തമാശ പറയാൻ ഇഷ്ടം. മറ്റൊരു വിധത്തിലും എനിക്ക് ആകർഷിക്കാനുള്ള സൗന്ദര്യമില്ല, ശരീരബലമില്ല, ഒന്നുമില്ല. അപ്പോൾ തമാശ പറയാൻ തുടങ്ങി, അപ്പം ചുറ്റും ആൾ കൂടാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒന്ന്. ബഷീർ അങ്ങനെയാണ് എഴുത്തുകാരനാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇത് എഴുത്തിൽ ഉപയോഗിച്ചൂടെ, അങ്ങനെയാണ് അദ്ദേഹം എഴുത്തുകാരനാകുന്നത്. മാർക്കേസ് താൻ അറിയാതെ പറഞ്ഞ ഒരു വരി, ബിസ്മാർക്കിന് മരണത്തിന് ശേഷവും യുദ്ധം ചെയ്യാൻ അറിയാമായിരുന്നു എന്ന് പറയുന്ന ഒരു വരി അദ്ദേഹത്തെ തന്നെ ത്രസിപ്പിച്ചു കളഞ്ഞു. അത് കടകളിലൊക്കെ തൂക്കിയിട്ടു ആ നാട്ടിൽ. അങ്ങനെയാണ്, ഇതാണ് എൻ്റെ മാർഗം എന്ന് അയാൾക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഭാവുകത്വത്തെ ആസകലം പ്രകാശിപ്പിക്കുന്ന ഒരു മണ്ഡലം ഇല്ലെങ്കിൽ നമ്മൾ വിരസ ജീവിതം നയിക്കുന്ന ഒരാൾ ആയിത്തീരും. ആ വിരസത എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. മാഷ് എഴുതുന്നുണ്ട്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായത്. വല്ലാത്തൊരു കനുള്ള ഒരു വരിയാണത്. ദാർശനികമായ ഒരു തലം മാഷിൻ്റെ കവിതയുടെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. അത് എനിക്ക് വലിയ പരിഭവമുള്ളതാണ്. പലരുടെ കവിതയ്ക്കും ഒരു വിഷനില്ല എന്ന് പറയുന്നത്. ഒരു വിഷനും ഉണ്ടായാൽ പോരാ. ഗോഡ് സേവ് മീ ഫ്രം വൺ വിഷൻ. ഒറ്റ ദർശനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ദൈവമേ എന്നാണ്. പല വിഷനും ഒരാൾക്കുണ്ടാകണം. അപ്പോൾ കവിതകളുടെ ഒരു പ്രധാനപ്പെട്ട ആവിഷ്കാരം എന്ന് പറയുന്നത് ഈ വിഷൻ ആണ്. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ ബുദ്ധൻ ചോദിക്കുന്നു. അത് വിഷനാണ്. വളരെ കാലം ഞാൻ ബുദ്ധനെക്കുറിച്ച് എന്തെഴുതും എന്ന് ആലോചിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നു വാട്ട് ഈസ് ബുദ്ധ. അങ്ങനെ ബുദ്ധനെക്കുറിച്ച് ഷെറിഡൻ കോക്ക് പറഞ്ഞത്, ഇഫ് യു ഫൈൻഡ് ബുദ്ധ ഓൺ ദ റോഡ് കിൽ ഹിം എന്നാണ്. പെരുവഴിയിൽ വെച്ച് ബുദ്ധനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കണേ. എന്ന് പറഞ്ഞാൽ പെരുവഴി, അയാളൊരു ഹിസ്റ്റോറിക്കൽ ബീയിങ് അല്ല, പെരുവഴിയിൽ കണ്ടുമുട്ടാവുന്ന ആളല്ല. അയാൾ നമ്മളിലൂടെ, നമ്മുടെ കാരുണ്യത്തിലൂടെ മാത്രം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ്. അപ്പോൾ ഇത്തരം ദീർഘമായ ആലോചനകൾ എന്ന് പറഞ്ഞാൽ ദൂരവ്യാപിയായ വാക്യങ്ങളായിരിക്കണം പോയട്രി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ യഹൂദി ഇയാൾ പറയണ്ടല്ലോ, പിന്നെ എന്താണ് 10 സെൻറ്റിമീറ്ററാണ് ഒരു ബോംബിൻ്റെ ഡയമീറ്റർ, പക്ഷേ ഒരു 100 മീറ്ററാണ് അതിൻ്റെ യഥാർത്ഥ വിസ്തൃതി, അതിൻ്റെ എഫക്റ്റിൻ്റെ വിസ്തൃതി. ഒരു 1000 കിലോമീറ്റർ അകലെ നിന്ന് വന്ന ഒരു സ്ത്രീ ആ ബോംബ് അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ വിസ്തൃതി 1000 കിലോമീറ്റർ ആയിത്തീരും. ഇപ്പോൾ ലോകത്തിൻ്റെ ബോംബ് പൊട്ടുന്ന ഇടമില്ലേ, ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ, ആ പലസ്തീനാണ് ലോകത്തിൻ്റെ കേന്ദ്രം ഇപ്പോൾ. ഇതുപോലെയാണ് പോയിട്ട് അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എഫക്റ്റ് അസാധാരണമാണ്. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ കവിത എന്ന് പറയുന്ന മാധ്യമം വളരെ വളരെ അസാധാരണമാണ്. അത് വളരെ ഡെമോക്രാറ്റിക്കാണ്. എന്തുകൊണ്ട് ഡെമോക്രാറ്റിക്? ഇയാളോട് പറയും പോലെയല്ല ഇയാളോട് എൻ്റെ കവിത സംസാരിക്കുക, അതുപോലെയല്ല ഇയാളോട് സംസാരിക്കുക. സിൽവിയ പാത്ത് ടട്ഹ്യൂസിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് സംസാരിച്ചു ആദ്യമായിട്ട് എന്ന് പറയാൻ തോന്നിക്കുന്ന എന്തെങ്കിലും എൻ്റെ പോയട്രിയിൽ ഇല്ലെങ്കിൽ, ഈ പേഴ്സണൽ അഡ്രസ്സിങ് ഇല്ലെങ്കിൽ അത് കവിതയാവില്ല. എനിക്ക് മാത്രം, ഞാൻ എഴുതുമ്പോൾ കൂടുതൽ തെളിയുന്ന മഷി ഉപയോഗിച്ചിട്ടാണ് ബഷീർ എഴുതി, ഞാൻ വായിക്കുമ്പോൾ കൂടുതൽ തെളിയുന്ന മഷി ഉപയോഗിച്ചിട്ടാണ് ബഷീർ എഴുതിയത് എന്ന ആത്മവിശ്വാസമാണ് എൻ്റെ ബഷീർ എന്നുള്ള പുസ്തകം എഴുതാൻ എൻ്റെ പ്രേരണ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ കൂടുതൽ തെളിയുന്ന എഴുത്തുകാരുണ്ട് അല്ലേ, ആ എഴുത്തുകാരെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക. ആ എഴുത്തുകാരൻ ഓരോരുത്തർക്കും ആയിത്തീരണം എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും.
അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. മാഷിയുടെ ഒരു വായനാ ജീവിതത്തിന് ഇഷ്ടപ്പെട്ട പുസ്തകം എനിക്കൊന്ന് ഗസാക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താണ് വായിക്കുന്നത്? ഞാൻ ഒരു 10-12 പുസ്തകങ്ങൾ ഒരു ദിവസം വായിക്കും. എങ്ങനെ കുറേശ്ശെ വായിക്കും. എനിക്ക് മടുത്ത അപ്പം ഞാൻ ഉപേക്ഷിക്കും. എന്താ ആവശ്യമുള്ളത്? എനിക്കിപ്പം 10-70 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് രസമുള്ളത് മാത്രം ഫിലോസഫിയും പോയട്രിയാണ് കാര്യമായിട്ട് വായിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ബോർഹേസാണ്. ഇങ്ങനെയുള്ള കുറച്ച് എഴുതുന്നതൊക്കെ മനോഹരമാണ്. എനിക്ക് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കവിതയായിട്ടുള്ള തരം ആളുകളെയാണ് ഇഷ്ടം. അല്ലാതെ അതിനു വേണ്ടി ഇടംകൈ ഉപയോഗിക്കുന്ന ആളുകളെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാറ്റിനും വലംകൈ ഉപയോഗിക്കണം. അപ്പോൾ സംസാരിക്കുകയാണോ, എഴുതുകയാണോ, നോവൽ എഴുതുകയാണോ, കവിത എഴുതുകയാണോ ഒക്കെ പോയറ്റിൻ്റെ വർക്കായിരിക്കുന്ന തരം. ഇപ്പോൾ റിൽക്കെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ബോർഹേസിനെ പോലെയുള്ള ആളുകൾ, ഇവരെയൊക്കെയാണ് എനിക്ക് വലിയ ഇഷ്ടം. അപ്പോൾ കുറച്ച് അത് വായിക്കും, കുറച്ച് ഇത് വായിക്കും, കുറച്ച് ഫിലോസഫി വായിക്കും. ഇങ്ങനെ എല്ലാം കമിഴ്ത്തി വെച്ചിരിക്കും. പെൻസിൽ വെച്ച് കയറ്റി വെച്ചിരിക്കും, അല്ലെങ്കിൽ കടലാസ് വെച്ചിരിക്കും. ഇങ്ങനെ മേശപ്പുറമാകെ ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു ലോകം. അങ്ങനെ നിറയെ പുസ്തകങ്ങളുള്ള ഒരു ലോകത്തിൽ ചക്രം കൂടി ഉണ്ടാകണം എൻ്റെ സ്വർഗത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രെയിനിൽ സൈഡിലൊരു സീറ്റിൽ ഒരു കാപ്പി സിപ്പ് ചെയ്ത് വിസ്ഡം പോയട്രി വായിച്ചു കൊണ്ടിരിക്കുക, ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന അത്ഭുതമാണ് എനിക്കിഷ്ടം. എനിക്ക് തോന്നുന്നു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോകാനുള്ള സമയമായി. അപ്പം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുരുക്കി. ഓഡിയൻസ് സെക്ഷനാണ്, വളരെ ചുരുക്കി വേഗത്തിൽ ചോദിക്കാവുന്നതാണ്. നമസ്തേ മാഷേ, കേൾക്കാമോ? തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചിരുന്നു കുമാരനാശാന്റെ വരികൾ, പിച്ച നടന്ന് കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അത് കുട്ടിയും തള്ളയും എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാഷ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ടൈറ്റിലിനെ കുറിച്ചും പറഞ്ഞു. ഈ കുട്ടിയും തള്ളയും എന്ന ടൈറ്റിൽ പിന്നീട് പാഠപുസ്തകത്തിലായപ്പോൾ സർക്കാർ അത് മാറ്റി കുട്ടിയും അമ്മയും എന്നാക്കി. ഒരു കവി ആ ടൈറ്റിൽ, അന്ന് കുമാരനാശാൻ എന്തായാലും അമ്മ എന്ന വേർഡ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ കുട്ടിയും തള്ളയും എന്ന ആ ടൈറ്റിൽ മാറ്റി കുട്ടിയും അമ്മ എന്നാക്കിയതിൽ സാറിന് എന്താ പറയാനുള്ളത്? അത് ഒരു മലബാറുകാരൻ എന്ന നിലയിൽ എനിക്കിഷ്ടം കുട്ടിയും അമ്മയും എന്നാണ്. ഈ മഴുത്തള്ളയൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ആശാൻ അങ്ങനെ ഒരു വെല്ലുവിളി നേരിട്ടിട്ടില്ല. അത് ആശാനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു വാക്കുമാണ്. അത് മാറ്റാവോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒരു അടിക്കുറിപ്പ് കൂടി വേണം അത് നമുക്ക് ഹൃദ്യമാകാൻ. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്, മലബാറുകാർക്കുള്ള ഒരു വെർഷനാണ് അമ്മയും കുട്ടിയും എന്ന് പറയും. നമസ്കാരം മാഷേ. മാഷിൻ്റെ വീക്ഷണകോണിൽ ഏറ്റവും നല്ല കവിത ഉടലെടുക്കുന്നത് ബോധ മനസ്സിലാണോ അല്ലെങ്കിൽ അബോധ മനസ്സിലാണോ? അബോധ മനസ്സിലാണ്. പിന്നെ നാം ഉറങ്ങുമ്പോൾ എഴുതും കവിതകൾ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കിത് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ വരി വരും എന്ന് പറഞ്ഞു നമ്മൾ ഈ ചൂണ്ടലൂട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴോ അത് സംഭവിക്കും. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങിയാൽ വരുന്നതല്ല, ഒരുങ്ങാതിരുന്നാൽ വരുന്നതല്ല. നിലവിലില്ലാത്ത ഒരു മുറിയിൽ വെച്ചാണ് കവിത എഴുതുക. ആശ്വാസം പിന്നെ ഏതാണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടും കണ്ടിട്ടുമൊക്കെ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് വായിക്കുന്നില്ല. പിന്നെ സമയപ്രഭു വായിക്കാം. ഇരുട്ടിൽ ഒരു എലി സ്വന്തം കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്, ഏതിരുട്ടിലും കാണും. വലിയ കേൾവിശക്തിയാണ്. ഒരു രോമം നിലത്ത് വീണാൽ അതാരുടേത് എന്നറിയും. സൗമ്യമൂർത്തിയാണ്, മൃദുവായ കൈപ്പത്തി കൊണ്ടാണ് മറിച്ചിടുക. കരുണാവാരിധിയാണ്, പലതവണ നമുക്ക് ജീവിതം തിരിച്ചു തരും. സഹൃദയനാണ്, വാലിൻ്റെ അവസാനത്തെ വളഞ്ഞ് നിവരൽ വരെ ആസ്വദിക്കും. സമയപ്രഭുവാണ് അതിൻ്റെ അത് മതി. അപ്പോൾ ഒരു തിരക്കുമില്ല. അങ്ങനെയാണ്, ഒരു തിരക്കുമില്ല. സമയത്തിൻ്റെ പ്രഭുവാണ് അല്ലേ. രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട നിരപരാധി ഒരു ശിക്ഷകൻ്റെ പിടിയിൽപ്പെട്ടാൽ പിന്നെ
ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റിൽ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനം, ഇതെല്ലാം ഈ കവിത പറയുന്നുണ്ടാകാം എന്ന മോഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപം സ്വീകരിക്കുന്നത്. പൊതുവെ ഐറണിയാണ് എൻ്റെ ഒരു രീതി കവിത എഴുതുന്നതിന്. മധുവിധു അവസാനിച്ച ദിവസം ഞാൻ കൃത്യമായി ഓർക്കുന്നു. തലേന്ന് അവളുടെ തലയ്ക്ക് കീഴെ വെച്ച കൈ പിറ്റേന്ന് എനിക്ക് ഉയർത്താനാവുന്നില്ല. അവൾ അവളുടെ ശരിയായ ഭാരം വഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാണ്, അതുവരെ അവൾക്കൊരു ഭാരമില്ലായിരുന്നു അല്ലേ. അവൾ ഇങ്ങനെ കുറച്ച് ഐറണിക്കൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ ആശ്വാസത്തിലെ ആദ്യ വരികൾ, പിന്നെ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നുള്ള വരി SSLC കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കൊടുത്തപ്പോൾ അതിലൊരു കുട്ടി ആദ്യത്തെ 2 വരി മാത്രം വായിച്ചിട്ട് ഇയാൾ എന്തൊരു ദുഷ്ടനായ കവിയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഐറണി ആ കുട്ടിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഐറണി മനസ്സിലാകണം ഒരു കവിതയ്ക്ക്, അത് സെൻസിബിലിറ്റി ആവശ്യമാണ്. പക്ഷെ അടുത്ത വരികളിൽ നിന്ന് അത് കിട്ടും. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നതുവരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ചില വരിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് ഈ ഐറണിയുടെ ഒരു കമാൻഡാണ്. ഇനി ആദി പുതിയ എഴുത്തുകാരനാണ്, പിന്നെ ഭാവിയുടെ എഴുത്തുകാരനാണ്. ആദിയുടെ എഴുത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. മാഷേ, എനിക്കത് ചോദ്യമല്ല, ഒരു കണ്ടക്സ്റ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. വാക്ചാതുര്യം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നല്ലപോലെ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത്, എന്തുപയോഗിക്കണം എന്നുള്ളത് ആൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 2 പ്രാവശ്യം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തി. അപ്പം ആളോട് എന്ത് പറയണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കണ്ടക്സ്റ്റിൽ മാഷ് പെടുകയാണെങ്കിൽ ആളോട് എന്ത് പറയും? എനിക്കിത് പറയുമ്പോൾ പോലും എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. ഒരർത്ഥത്തിൽ അതൊരു വ്യാപ്തിയുള്ള പ്രശ്നമാണ്. ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമുക്കൊരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നു, അതിൻ്റെ വാക്ക് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇയാൾ പ്രാഥമികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് വളരെ ലാക്ഷണികമായിട്ട് അനുഭവിക്കുന്നവരാണ് വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ തെറാപ്പി. അതുകൊണ്ട് വായിക്കുക, പിന്നെ പഴയത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇത് പൊതുവായി പലരും അനുഭവിക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കുക. ഇതൊക്കെയാണ് അയാൾക്കുള്ള ചികിത്സ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ തെറാപ്പി. അതുകൊണ്ട് വായിക്കുക, പിന്നെ പഴയത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇത് പൊതുവായി പലരും അനുഭവിക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കുക. ഇതൊക്കെയാണ് അയാൾക്കുള്ള ചികിത്സ. ഠിക്കുക. പാത്തുമ്മയുടെ ആട് എഴുതാൻ കാരണം അതായിരുന്നു. പാത്തുമ്മയുടെ ആട് എഴുതാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭ്രാന്ത് ഒന്നും ഓർമ്മയില്ല, ശിഥിലമായിരിക്കുന്നു. അപ്പോഴത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം വീട്ടിലെ ഓർമ്മകൾ ഉപയോഗിച്ച് അദ്ദേഹം എഴുതുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ തെറാപ്പി. അതുകൊണ്ട് വായിക്കുക, പിന്നെ പഴയത് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇത് പൊതുവായി പലരും അനുഭവിക്കുന്ന ഒന്നാണ് എന്ന് ധരിക്കുക. ഇതൊക്കെയാണ് അയാൾക്കുള്ള ചികിത്സ.